റാങ്ക് ലിസ്റ്റ് കാലാവധി തീരാൻ 3 ദിവസം ബാക്കി നിൽക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ശയനപ്രദക്ഷിണവുമായി സമരം കടുപ്പിച്ച് വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സ്. അതിനിടെ ആശാ വർക്കേഴ്സിന്റെ സമരം ഇന്ന് 66-ാം ദിവസത്തിലേക്ക് കടന്നു. അജീഷ് ജയകുമാർ വിശദാംശങ്ങളുമായി. അജീഷ്, 19-ാം തീയതിയാണ് അവരുടെ റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ പോകുന്നത്, അതായത് 3 ദിവസം മാത്രം. ഇന്ന് മന്ത്രിസഭായോഗം ചേരാനുണ്ട്. ഈ രണ്ട് കൂട്ടർക്കും ഇന്നത്തെ ദിവസത്തിലെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? അനുജ പറഞ്ഞതുപോലെ തന്നെ 3 ദിവസം മാത്രമാണ് ഇനി ഈ റാങ്ക് ലിസ്റ്റ് തീരാൻ ബാക്കി. പക്ഷേ അവരിപ്പോഴും പ്രതീക്ഷയിലാണ്. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ എന്തെങ്കിലും അനുകൂലമായ ഒരു നിലപാട് സർക്കാർ എടുക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് CPO വനിതാ ഉദ്യോഗാർത്ഥികൾ ഇവിടെ ഇപ്പോഴും സമരം നടത്തും. ഇന്ന് സെക്രട്ടേറിയറ്റിന്റെ നടപ്പാതയിൽ, സമരവേദിയുടെ നടപ്പാതയിൽ കയ്യും കാലും കറുത്ത തുണി കൊണ്ട് കെട്ടി ശയനപ്രദക്ഷിണം നടത്തിയായിരുന്നു ഇവരുടെ പ്രതിഷേധം. ഇനി 3 ദിവസം മാത്രം ബാക്കി അവശേഷിക്കുന്നു. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? തീർച്ചയായും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇന്ന് ഞങ്ങൾ ലിസ്റ്റ് 19-നാണ് അവസാനിക്കുന്നത്. അതിന് മുന്നേയുള്ള അവസാനത്തെ മന്ത്രിസഭാ യോഗമാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇത്രയും ഞങ്ങളുടെ നിരാഹാരത്തിൻ്റെ 15-ാമത്തെ ദിവസമാണ്. ഇത്രയും നാളത്തെ ഞങ്ങൾ ആ അധ്വാനത്തിന് തീർച്ചയായും ഒരു ഫലമുണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഉറപ്പായിട്ട് സർക്കാർ ഞങ്ങളെ കൈവിടില്ല. ആ ശുഭപ്രതീക്ഷയുടെ മുകളിൽ തന്നെ ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത്. അത് പ്രതികൂലം എന്നുള്ളൊരു വാക്ക് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അത് ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുമെന്ന് പലരും ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ല. കാരണം ഞങ്ങളെ മനസ്സിൽ അങ്ങനെ ഒരു നെഗറ്റീവായൊരു റിസൾട്ട് ഞങ്ങൾക്ക് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതേയില്ല. സർക്കാർ എന്തായാലും ഞങ്ങളെ മനസ്സിലാക്കും. ഞങ്ങളുടെ വേദന, ഇവിടെ കിടക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി അവരുടെ മക്കളായി തന്നെ കണ്ട് ഞങ്ങൾക്ക് നല്ലൊരു വേക്കൻസി തരുമെന്നാണ് ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ആ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ വനിതാ CPO ഉദ്യോഗാർത്ഥികൾ ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഇപ്പോഴും സമരം ചെയ്യുന്നത്. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം ഇവരുടെ വിഷയം ചർച്ചയ്ക്കെടുക്കുമെന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷ. അങ്ങനെ കുറച്ചു പേർക്കെങ്കിലും നിയമനം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇവർ മുന്നോട്ട് പോവുകയാണ്. 3 ദിവസം മാത്രമാണ് ബാക്കി. ഇനിയും ഒരുപാട് പേർക്ക്, ഏതാണ്ട് 600-ലധികം പേർക്ക് ഇനിയും നിയമനം കിട്ടാനുണ്ട്. സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇവിടെ എത്തിച്ചേർന്നവരാണ്. അതിൽ പലരും അമ്മമാരാണ്. കുട്ടികളെയും ഭർത്താവിനെയും വീട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ച് ഈ തെരുവിൽ വന്ന് ഇവർ കിടക്കാൻ തുടങ്ങിയിട്ട് 15 ദിവസം കഴിഞ്ഞു. പക്ഷേ ഇതുവരയ്ക്കും അനുകൂലമായ ഒരു നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. പലതരത്തിലുള്ള സമര രീതികൾ പരീക്ഷിച്ച് നോക്കിയിട്ടും ഒന്ന് ചർച്ചയ്ക്ക് വിളിക്കാൻ പോലും തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലും പ്രതീക്ഷ വെച്ചിരുന്നെങ്കിലും അന്ന് അവർക്ക് അനുകൂലമായ ഒരു തീരുമാനമൊന്നും സർക്കാർ എടുത്തില്ല. എന്തായാലും ഇന്ന് ചേർന്ന, അതായത് റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ഏറ്റവും അവസാനത്തെ മന്ത്രിസഭാ യോഗമാണ് ഇന്ന് ചേരുന്നത്. ആ മന്ത്രിസഭാ യോഗത്തിൽ ഇവർക്ക് അനുകൂലമായ ഒരു സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് ഇവർ കരുതുന്നത്. അനുജ.